വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കുക. കാരണം 7:45 ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ ആരുടെ സ്റ്റാറ്റസിനാണോ ഏറ്റവും സിമ്പിളാണ്. സെൽഫിയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. മാവിൽ മാത്രമാകരുത്. സെൽഫി എന്ന് പറയുന്നത് അങ്ങനെയാണ്. മാവിൽ ഉണ്ടായിരിക്കണം, നിങ്ങളുണ്ടായിരിക്കണം. സ്റ്റാറ്റസ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 7:45 ഏറ്റവും കൂടുതൽ കാഴ്ച നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുകളാണ്. ഒപ്പം PK ബഷീർ സാർ അവരുകളാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളാണ് ആദ്യം ഓടിയെത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണസദ്യ, മാവേലി, പൂക്കളം, വടംവലി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആഘോഷങ്ങളുടെ കാലഘട്ടമാണ്. ഈ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മളേവരും ചേർന്നുകൊണ്ട് ഓണാഘോഷം 2026 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മങ്ങളിലായിട്ട് കടക്കുകയാണ്. സംസ്ഥാന ടൂറിസം വകുപ്പും മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും പ്രിയങ്കരായ നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഞാൻ ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ കലാപരിപാടികളൊക്കെ കാണാനായിട്ട്, ഓണാഘോഷ അനുബന്ധമായ മറ്റു പരിപാടികളൊക്കെ കാണാനായിട്ട് ഇരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഓണം നമ്മുടെയൊക്കെ ഒരാഘോഷ വേളയാണ്. കേരളത്തിൻ്റെ മലയാളികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്. നല്ല നാളുകളെക്കുറിച്ചുള്ള ഓർമ്മ. നമുക്കൊരു നല്ല കാലമുണ്ടായിരുന്നു, ആ കാലം എന്നും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന. അതാണ് ഓണം നൽകുന്ന സന്ദേശം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കുന്ന കാലം, അത് മനുഷ്യൻ്റെ സ്വപ്നമാണ്. അതങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത് തന്നെ അഭിമാനമാണ്. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോകാം എന്ന മഹത്തായ സന്ദേശം കൂടി ഓണം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഓണം വളരെ വിശിഷ്ടമായ വിശേഷമായ അവസരമാണ് മലയാളിയുടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.